ബ്ലോക്ക് 2 യൂണിറ്റ് 2 കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പീസ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ കഴിഞ്ഞ യൂണിറ്റ് നമ്മൾ കംപ്ലീറ്റ് ബിഹേവിയർ മോഡിഫിക്കേഷൻ ആ യൂണിറ്റ് കംപ്ലീറ്റ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുതിയ വ്യൂവേഴ്സ് ആരെയുണ്ടെങ്കിൽ അത് റെഫർ ചെയ്യാം. അപ്പോൾ ഈ യൂണിറ്റ് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പീസാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്താണ്, ബേസിക്കലി എന്താണ് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് ഡിസ്കസ് ചെയ്യും. പിന്നെ അതേപോലെ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പീൻ്റെ ഹിസ്റ്ററി ഡിസ്കസ് ചെയ്യും. തിയറി ഓഫ് കോസേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും ഡിസ്കസ് ചെയ്യും. അപ്പോൾ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിൻ്റെ ബേസിക് കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ കോഗ്നിറ്റീവ് പ്രോസസ്സിൻ്റെ റിസൾട്ടാണ് നമ്മുടെ ബിഹേവിയറും ഇമോഷൻസൊക്കെ. അതായത് കോഗ്നിറ്റീവ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ തോട്ട്സ് അല്ലെങ്കിൽ നമ്മുടെ മെമ്മറി, നമ്മളെ പെർസെപ്ഷൻ, നമ്മളെ റീസണിങ്, നമ്മൾ ഡിസിഷൻ മേക്കിംഗ്, അതൊക്കെയാണ് ഇത്തരത്തിലുള്ള മെൻ്റൽ ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ കോഗ്നിറ്റീവ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മെൻ്റൽ ആക്ടിവിറ്റീസിൻ്റെ റിസൾട്ടാണ് നമ്മുടെ ബിഹേവിയറും ഇമോഷൻസും എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബിഹേവിയറിലും നമ്മുടെ ഫീലിങ്ങിലും നമ്മുടെ ഇമോഷൻസിലും നമുക്കൊരു ചേഞ്ച് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ കോഗ്നിറ്റീവ് പ്രോസസ്സിനെ നമ്മൾ മോഡിഫൈ ചെയ്യണം. ഇതാണ് CBTൻ്റെ ബേസിക് കോൺസെപ്റ്റ്. അപ്പോൾ നമ്മൾ ഫർദർ ഈ യൂണിറ്റിൽ നമ്മൾ കോഗ്നിറ്റീവ് തെറാപ്പി ഡിസ്കസ് ചെയ്യും, റാഷണൽ ഇമോട്ടീവ് ബിഹേവിയറൽ തെറാപ്പിയൊക്കെ ഡിസ്കസ് ചെയ്യും. ഇനി നമുക്ക് ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. അതായത് ഹിസ്റ്ററി ഓഫ് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. കോഗ്നിറ്റീവ് സൈക്കോ തെറാപ്പീസിൻ്റെ ബിഗിനിങ് എന്ന് പറയുന്നത് ആൽഫ്രഡ് ആഡ്ലറിലാണെന്നാണ് പറയണത്. അദ്ദേഹം ഫ്രൂയിഡിൻ്റെ ഒരു ക്ലോസ് അസോസിയേറ്റ് ആയിരുന്നു. അപ്പോൾ ഫ്രൂയിഡിൻ്റെ ഐഡിയ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ഇമോഷണാലിറ്റീൻ്റെ റീസൺ എന്ന് പറയുന്നത്, ഹ്യൂമൻ ഇമോഷണാലിറ്റീൻ്റെ കോസ് എന്ന് പറയുന്നത് അൺകോൺഷ്യസ് കോൺഫ്ലിക്ട്സ് ആണെന്നാണ്. എന്നാൽ ആഡ്ലർ അത് ഡിസഗ്രി ചെയ്യാണ്. അദ്ദേഹം അദ്ദേഹം അതിനെ ഡിസഗ്രി ചെയ്യും. തിങ്കിങ് ആണ് കുറച്ചും കൂടി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതാണ് സ്റ്റാർട്ടിങ്. ഈ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പീൻ്റെ ഒരു മോഡേൺ ഒറിജിൻ എന്ന് പറയുന്നത് 1950s മിഡിലാണ്. ഇത് ആൽബർട്ട് എലീസ് എന്ന് പറയുന്ന ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ വർക്കിലാണ് ഇന്നാണ് ഒറിജിൻ ചെയ്തത്. അപ്പോൾ എലീസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രാക്ടീസസ്, അദ്ദേഹം ട്രെയിനിങ് ചെയ്തിട്ടുള്ളത് സൈക്കോ അനാലിസിസിലാണ്. സൈക്കോ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഫ്രൂയിഡിൻ്റെ അൺകോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ നമ്മുടെ അൺകോൺഷ്യസ് കോൺഫ്ലിക്ട്സ് ഒക്കെയാണ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് സൈക്കോ അനാലിസിസ്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്തുകൊണ്ടായിരുന്നു അദ്ദേഹം പ്രാക്ടീസ് ചെയ്തിരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ക്ലയൻറ്റിലൊന്നും ഒരു പ്രോഗ്രസ്സൊക്കെ വളരെ സ്ലോ ആയിട്ടാണ് കണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹം അവരുടെ തിങ്കിങ്ങിൽ ഒരു ചേഞ്ച് വരുത്താണ്. ക്ലയൻസ് അവരെ പറ്റിയുള്ള ചിന്തകളിൽ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളെ പറ്റിയുള്ള അവരുടെ തോട്ട്സ്, അതേപോലെ തന്നെ വേൾഡിനെ പറ്റിയുള്ള തോട്ട്സ്, അതിലൊക്കെ ഒരു ചേഞ്ച് കൊണ്ടുവന്നപ്പോൾ നല്ല ബെറ്റർ റിസൾട്ട് കിട്ടാൻ തുടങ്ങി. അങ്ങനെ എലീസിന് മനസ്സിലായി ഈ പ്രോഗ്രസ്സ്, ഈ ഒരു ഫാസ്റ്റ് പ്രോഗ്രസ്സിന് കാരണം എന്ന് പറയുന്നത് ബേസിക് എന്ന് പറയുന്നത്, ഇതിൻ്റെ ബേസിസ് എന്ന് പറയുന്നത് ക്ലയൻസിൻ്റെ ബിലീഫ്സിൽ കൊണ്ടുവന്ന ചേഞ്ച് ആണെന്നാണ്. അങ്ങനെ ഇതിലൂടെ അദ്ദേഹം ഒരു മെത്തേഡ് ഡെവലപ്പ് ചെയ്യാണ്, റാഷണൽ ഇമോട്ടീവ് ബിഹേവിയർ തെറാപ്പി. അപ്പോൾ എലീസിൻ്റെ REBTൻ്റെ കൂടെ തന്നെ വേറെ ഗ്ലാസർ റിയാലിറ്റി തെറാപ്പി കൊണ്ടുവന്നു. അതുപോലെ തന്നെ ബേൺ ട്രാൻസാക്ഷണൽ അനാലിസിസ് കൊണ്ടുവന്നു. അപ്പോൾ ഇങ്ങനെ കുറേ ഈ REBT, അതേപോലെ തന്നെ റിയാലിറ്റി തെറാപ്പി, ട്രാൻസാക്ഷണൽ അനാലിസിസ് ഒക്കെ കോഗ്നിറ്റീവ് സൈക്കോ തെറാപ്പീസ് എന്ന് പറഞ്ഞ ഒരു ഇതിൻ്റെ കാറ്റഗറീൻ്റെ അണ്ടറിൽ വരുന്നതായിരുന്നു. പിന്നെ ഒരു 1960s ഒരു കോഗ്നിറ്റീവ് സൈക്കോ തെറാപ്പി ഡെവലപ്പ് ചെയ്തു ആരോൺ ബെക്ക് എന്ന് പറയുന്ന സൈക്യാട്രിസ്റ്റ്. അതിൻ്റെ പേര് കോഗ്നിറ്റീവ് തെറാപ്പി എന്നായിരുന്നു. അപ്പോൾ ഈ ആരോൺ ബെക്കും നമ്മുടെ എലിസിനെ പോലെ തന്നെ ഒരു സൈക്കോ അനലിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം കോഗ്നിറ്റീവ് തെറാപ്പി എന്ന് പറയുന്ന അപ്രോച്ച് ഡെവലപ്പ് ചെയ്തു. പിന്നീട് അങ്ങോട്ട് നമ്മുടെ ഈ എലിസിൻ്റെയും ബെക്കിൻ്റെയും വർക്കിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് കോഗ്നിറ്റീവ് അപ്രോച്ചസ് ഡെവലപ്പ് ചെയ്തു, REBTനെയും CTനെയും ഒക്കെ ബേസ് ചെയ്തിട്ട്.
അങ്ങനെ 1990s കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറഞ്ഞ ടേമിൻ്റെ യൂസേജ് സ്റ്റാർട്ട് ചെയ്തത്. കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി CBT എന്ന് പറയുന്ന ഒരു ജനറൽ ടേമായിട്ട്, അതായത് എല്ലാ അപ്രോച്ചസും എല്ലാ സൈക്കോ തെറാപ്പീസൊക്കെ ഇതിൻ്റെ അണ്ടറിൽ ഇത് ഒരു ജനറൽ ടേമായിട്ട് കൊണ്ടുവന്നു. അപ്പോൾ REBT, CT ഇതല്ലാതെ ഇതേ സമയത്ത് ഡെവലപ്പ് ചെയ്തിട്ടുള്ള മാക്സി മോത്സ്ബീൻ്റെ റാഷണൽ ബിഹേവിയർ തെറാപ്പി, ആർണോൾഡ് ലസാറസിൻ്റെ മൾട്ടി മോഡൽ തെറാപ്പി, മാർഷ ലെനമിൻ്റെ ഡയലറ്റിക് ബിഹേവിയർ തെറാപ്പി, സ്കീമ തെറാപ്പി, ഇങ്ങനെ ഒരുപാട് തെറാപ്പീസ് വന്നു, ഒരുപാട് അപ്രോച്ചസ് വന്നു. അതൊക്കെ ഇതിൻ്റെ CBTൻ്റെ അണ്ടറിലായിട്ടുള്ള കാറ്റഗറി ആയിട്ട് വന്നു. അങ്ങനെ ഈ എല്ലാ അപ്രോച്ചസിലും അല്ലെങ്കിൽ ഈ എല്ലാ തെറാപ്പീസിലും ഈ എല്ലാ അപ്രോച്ചസിലും മെയിൻ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ബിഹേവിയറിൻ്റെ ഫീലിങ്സും ബിഹേവിയറൊക്കെ ഒരു ഹ്യൂമൻ ബീയിൻ്റെ ബിഹേവിയറും അയാളുടെ ഫീലിങ്സിനെയൊക്കെ നിർണ്ണയിക്കുന്ന ഫാക്ടർ എന്ന് പറഞ്ഞാൽ അവരുടെ കോഗ്നിഷൻ ആണെന്നാണ്. അപ്പോൾ കോഗ്നിഷൻ മോഡിഫൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറേ കോഗ്നിറ്റീവ് ബിഹേവിയറൽ ടെക്നിക്സ് യൂസ് ചെയ്യാം. ഈ കോഗ്നിറ്റീവ് ബിഹേവിയർ ടെക്നിക്സിലൂടെ നമുക്ക് ഡിസ്ഫങ്ഷണൽ ഇമോഷൻസും ഡിസ്ഫങ്ഷണൽ ബിഹേവിയറിലൊക്കെ ഒരു പ്രൊഡക്റ്റീവ് ചേഞ്ച് കൊണ്ടുവരാം എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പീൻ്റെ ഹിസ്റ്ററി ആയിട്ട് ഉള്ളത്. നമ്മുടെ വീഡിയോസ് അല്ലെങ്കിൽ അതിലുള്ള എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക. ഫോർ മോർ വീഡിയോസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തിയറി ഓഫ് കോസേഷനാണ്. അപ്പോൾ CBT പ്രപ്പോസ് ചെയ്ത ഒരു കോൺസെപ്റ്റാണ്, ഒരു എക്സ്പ്ലനേഷനാണ് ബയോ സൈക്കോ സോഷ്യൽ എക്സ്പ്ലനേഷൻ. അതായത് ഒരാൾ എന്ത് ഫീൽ ചെയ്യുന്നു അല്ലെങ്കിൽ എന്ത് ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് ബയോ സൈക്കോ സോഷ്യൽ ഫാക്ടേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അതായത് ബയോളജിക്കൽ ഫാക്ടേഴ്സ്, ഒരാളുടെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, സോഷ്യൽ ഫാക്ടേഴ്സ് ഒരാൾ എന്ത് ബിഹേവ് ചെയ്യുന്നു, എന്ത് ഫീൽ ചെയ്യുന്നു എന്നുള്ളത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അപ്പോൾ ബയോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ജനറ്റിക് പ്രീഡിസ്പോസിഷൻ, ബ്രെയിൻ കെമിസ്ട്രി, ഫിസിക്കൽ ഹെൽത്ത് ഒക്കെയാണ്. സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കോഗ്നിറ്റീവ് പ്രോസസ്സസ് ലൈക്ക് ബിലീവ്സ്, പെർസെപ്ഷൻ ഒക്കെ. സോഷ്യൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അയാളുടെ റിലേഷൻഷിപ്പ്, സോഷ്യൽ സപ്പോർട്ട്, കൾച്ചറൽ ഇൻഫ്ലുവൻസ്. അപ്പോൾ ഈ ഫാക്ടേഴ്സിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസാണ് ഒരാൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതും ഒരാൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതും. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ബിഹേവിയറും, അതായത് നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ അസ്യൂം ചെയ്യുന്നു, നമ്മളെ പറ്റി തന്നെ എങ്ങനെ ചിന്തിക്കുന്നു, വേറെ ആളെ പറ്റി എങ്ങനെ ചിന്തിക്കുന്നു, ലോകത്തെ എങ്ങനെ നോക്കിക്കാണുന്നു, നമുക്ക് ഒരു സിറ്റുവേഷനെ പറ്റിയുള്ള കാഴ്ചപ്പാട്, ഇതൊക്കെ നമ്മുടെ ഇമോഷൻസിനെയും ബിഹേവിയറിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു സിറ്റുവേഷനിൽ ഇപ്പം നമ്മൾ ഒരു തരത്തിലുള്ള നമുക്കൊരു ബിഹേവിയർ അല്ലെങ്കിൽ ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ അത് ആ പെർട്ടിക്കുലർ സിറ്റുവേഷൻ കാരണം അല്ല, പകരം ആ സിറ്റുവേഷനെ നമ്മളെങ്ങനെ ബിലീവ് ചെയ്യുന്നു, നമ്മളെങ്ങനെ നോക്കിക്കാണുന്നു, നമ്മൾ ആ സിറ്റുവേഷനെ പറ്റിയുള്ള നമ്മളെ കാഴ്ചപ്പാടാണ് അവിടെ അത്തരത്തിലുള്ള ഫീലിങ്സും ബിഹേവിയറും ഉണ്ടാക്കുന്നത്. ഇനി നമ്മുടെ REBTയിലും അതേപോലെ തന്നെ CT കോഗ്നിറ്റീവ് തെറാപ്പിയിലും അവർ മെയിനായിട്ട് പറയുന്ന ഇമ്പോർട്ടൻ്റ് ഒരു പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ ഒരാളുടെ ബയോളജി, അതായത് അയാളുടെ ജനറ്റിക് പ്രീഡിസ്പോസിഷൻ അല്ലെങ്കിൽ അയാളുടെ ബ്രെയിൻ കെമിസ്ട്രി, അയാളുടെ ജീന്, അത് അയാളുടെ ബിഹേവിയറിനെ, അയാളുടെ ഫീലിങ്സിനെ ഒരുപാട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഇതിലൊരു സബ് ടോപ്പിക്കായിട്ടൊരു ABC മോഡൽ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആൽബർട്ട് എലീസിൻ്റെ വർക്കിൽ നിന്ന് നമ്മൾ പഠിച്ചു, നമ്മുടെ ഒരാളുടെ ബിഹേവിയറും ഫീലിങ്ങും അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അതിൻ്റെ കാരണം, അതിൻ്റെ കോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഗ്നിറ്റീവ് പ്രോസസ്സാണെന്ന് പറഞ്ഞു.
അപ്പോൾ ഒരാളുടെ ബിഹേവിയറിലും ഫീലിങ്ങിലും എത്രത്തോളം ഒരു കോഗ്നിറ്റീവ് പ്രോസസ്സിന് ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഈ ABC മോഡലിലൂടെ മനസ്സിലാക്കും. അതായത് റോൾ ഓഫ് കോഗ്നിഷൻ നമുക്ക് ഈ ഇല്ലുസ്ട്രേഷനിലൂടെ ABC മോഡലിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പം ABC, A എന്ന് പറഞ്ഞാൽ ആക്ടിവേറ്റിംഗ് ഇവൻ്റ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ്, B എന്ന് പറഞ്ഞാൽ ബിലീഫ് എബൌട്ട് A, ആ ഇവൻറ്റിനെ പറ്റിയുള്ള നമ്മുടെ ബിലീഫ്, C എന്ന് പറഞ്ഞാൽ കോൺസിക്വൻസ്. അപ്പോൾ അത് നമ്മളൊരു എക്സാമ്പിൾ വഴി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഒരു ഡിപ്രഷന് പ്രോണായിട്ടുള്ള ഒരു വ്യക്തി, അയാളുടെ എക്സ്പീരിയൻസ് ആണത്. അപ്പോൾ ആക്ടിവേറ്റിംഗ് ഇവൻ്റ്, അതായത് ഒരു ഫ്രണ്ട് പാസ് ചെയ്തപ്പം ആ ഫ്രണ്ട് അക്നോളജ് ചെയ്യാതെ പോയി, അതായത് മൈൻഡ് ചെയ്യാതെ പോയി പാസ് ചെയ്തു. അപ്പോൾ ഇതാണ് അവിടെ നടന്ന സന്ദർഭം, അവിടെ നടന്ന സിറ്റുവേഷൻ. അങ്ങനെ ഇതിനെ പറ്റിയുള്ള ബിലീഫ് എബൌട്ട് A, അതാണ് B, ബിലീഫ് എബൌട്ട് A. അപ്പം ഇങ്ങനെയുള്ള ഈ ക്ലയൻറ്റ് ചിന്തിക്കുകയാണ്, ഇയാൾ എന്തിനാണ് എന്നെ ഇഗ്നോർ ചെയ്തത്, എന്തിനാണ് അവോയ്ഡ് ചെയ്യുന്നത്, ഇയാൾക്ക് എന്നെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഞാനൊരു നല്ല, പിന്നെ അതുവഴി അയാൾ ചിന്തിക്കുകയാണ് ഞാനൊരു നല്ല ഫ്രണ്ടല്ല, എന്നെ ഒന്നിനും കൊള്ളൂല. അങ്ങനെ ഇയാൾ ചിന്തിക്കുകയാണ്. ഇയാളുടെ തോട്ട് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർ അയാളെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അയാൾക്ക് ഒരിക്കലും ഹാപ്പി ആവാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ളൊരു ചിന്തകളൊക്കെയാണ് ഇയാൾക്കുള്ളത്. അങ്ങനെ ഇയാൾക്ക് വർത്ത്ലെസ് ആയിട്ട് ഫീൽ ചെയ്യുകയാണ്. ഈ ചിന്തകളുടെയൊക്കെ കോൺസിക്വൻസ് ആയിട്ട് അയാൾക്ക് ഇമോഷൻസ്, ഹേർട്ട്, ഡിപ്രസ്ഡ്, അങ്ങനത്തെ ഫീലിങ്സ് വരികയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം, ഇവിടെ ഫ്രണ്ട് അക്നോളജ് ചെയ്യാതെ പാസ് ചെയ്തത് കൊണ്ടല്ല ഈ കോൺസിക്വൻസ് ഉണ്ടായത്, അതുകൊണ്ട് മാത്രമാണോ ഈ കോൺസിക്വൻസ് ഉണ്ടായത്? അല്ല. പകരം ഈ ബിലീഫ്സാണ് ഈ കോൺസിക്വൻസിന് കാരണം. ആ സിറ്റുവേഷനെ ഇയാൾ നോക്കിക്കണ്ട വിധം, ആ സിറ്റുവേഷനെ അയാൾ എങ്ങനെ അതിനെ പറ്റിയുള്ള അയാളെ തോട്ട്സ്, അതിനെ പറ്റിയുള്ള അയാളെ ബിലീഫ്സാണ് ഇങ്ങനത്തെ ഒരു കോൺസിക്വൻസിലേക്ക് കൊണ്ടെത്തിച്ചത്. ആ ഇവൻ്റ് ഈ തോട്ട്സിനെ, ഈ ബിലീഫ്സിനെ ട്രിഗർ ചെയ്തു, എന്നിട്ട് അത് ഈ കോൺസിക്വൻസ് ഉണ്ടാവാൻ കാരണമായി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ABC എന്ന് പറയുന്നത്, ഇതെന്ന് പറഞ്ഞാൽ ഒരു ചെയിൻ പോലെയാണ്. ഇത് കഴിഞ്ഞ് പിന്നെയും Aയിലേക്ക് പോകും. ഇപ്പോൾ ഇങ്ങനൊരു ഇയാൾക്ക് ഇങ്ങനെ അയാൾക്ക് ഭയങ്കര ഹേർട്ടായി, അയാൾ ഡിപ്രസ്ഡായി. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഈ ഹേർട്ട്, ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഇയാളുടെ ഈ കോൺസിക്വൻസിലൂടെ അയാൾ എന്തെങ്കിലും റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും അടുത്ത എപ്പിസോഡ് ഉണ്ടാവാൻ കാരണമാവുന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ കണ്ടു, A എന്ന് പറഞ്ഞപ്പോൾ അയാൾ അവോയ്ഡ് ചെയ്യുന്ന, അയാൾ അക്നോളജ് ചെയ്യാതെ പോയി. അയാൾ പിന്നെ ക്ലയൻറ്റ് എന്ത് ചെയ്തു, അയാളുടെ ഒരു വീക്ക്നെസ് ആയിട്ട് അത് ഇൻ്റർപ്രറ്റ് ചെയ്തു. പിന്നെ അതുവഴി അയാൾ സ്വന്തം ഹേർട്ട് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ വേറെ നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്, നമ്മളെ ബിലീഫ്സും അൺകോൺഷ്യസ് ആണ്, അതായത് ഓട്ടോമാറ്റിക്കാണ്. ഇതൊക്കെ അൺകോൺഷ്യസ് ആയിട്ട് നടക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പ്രാക്ടീസിലൂടെ ഈ തോട്ട്സിനെ, ഈ സബ് കോൺഷ്യസ് ബിലീഫ്സിനെ നമുക്ക് അൺകവർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് സിംപ്ലി ഈ ടോപ്പിക്കിലുള്ളത്. നമ്മൾ ഇന്ന് ഹിസ്റ്ററി ഓഫ് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി ഡിസ്കസ് ചെയ്തു. സിംപ്ലി എന്താണ് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് ഡിസ്കസ് ചെയ്തു. പിന്നെ തിയറി ഓഫ് കോസേഷൻ, അതിൽ തന്നെ ABC മോഡൽ, റോൾ ഓഫ് കോഗ്നിഷൻ കൂടുതൽ മനസ്സിലാക്കാൻ നമ്മൾ ABC മോഡൽ ഡിസ്കസ് ചെയ്തു. ഒരു ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പം വീഡിയോയിലുള്ള ഇൻഫർമേഷൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ മോർ വീഡിയോസ്. താങ്ക് യു.